सभी को मेरा नमस्कार। ग्लोबल एकेडमी की हिंदी के पहला कक्षा में सभी को स्वागत करता हूँ। मेरा नाम शिजित। मैं आपके सामने हिंदी के पहला चैप्टर बीर बहुटी के बारे में प्रस्तुत करना चाहता हूँ। बीर बहुटी प्रभा जी की एक छोटी सी कहानी है, तो हम पहले प्रभा जी के बारे में जानना चाहिए। वो एक मशहूर रचनाकार है। हिंदी की युवा साहित्यकारों में बहुमुखी है प्रभात। वो कहानी के अलावा कविता और अन्य साहित्य विधाओं में अपनी कलम चलाई थी। ഇതൊക്കെ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. അതായത് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? ബീർ ബഹുട്ടി. അപ്പോൾ ഈ ബീർ ബഹുട്ടി എഴുതിയത് പ്രഭ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അയാള് ഹിന്ദിയിലെ പ്രശസ്തനായിട്ടുള്ള യുവ എഴുത്തുകാരിൽ ഒരാളാണ്. അദ്ദേഹം കഥ മാത്രമല്ല, കവിതയും മറ്റ് പല സാഹിത്യ മേഖലയിലും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള, ഏറ്റവും ചെറിയ, ഏറ്റവും രസകരമായിട്ടുള്ള ഒരു നല്ലൊരു കഥയാണെന്ത് ബീർ ബഹുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബീർ ബഹുട്ടി എന്ന കഥയെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് ബീർ ബഹുട്ടി എന്ന് പറഞ്ഞാൽ? എന്താണ് കേട്ടിട്ടുണ്ടോ ബീർ ബഹുട്ടി എന്ന് പറഞ്ഞത്? ഇല്ല. പക്ഷേ ഈ കഥ രാജസ്ഥാനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. രാജസ്ഥാനിലെ വ്യക്തി ആയതുകൊണ്ട് ആ പ്രദേശങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന ചുവന്ന നിറത്തിലുള്ള ഒരു ചെറിയ ജീവിയുണ്ട്. നമ്മളുടെ ഡ്രസ്സിലൊക്കെ പറ്റിക്കിടക്കുന്ന ഒരു ചെറിയൊരു ജീവി. അപ്പോൾ അതേപോലെയുള്ള നല്ല മിനുമിനുത്ത നല്ല പഞ്ഞി പോലെയുള്ള ഒരു ചെറിയൊരു ജീവിയാണ് ബീർ ബഹുട്ടി. ഓക്കെ, ഈ ബീർ ബഹുട്ടി, ഈ ജീവിയെ കുറിച്ചിട്ട് ഈ കഥയിൽ എന്താണ് ഇത്രയും പറയാനുള്ളത് എന്നല്ലേ? ഇതിലൂടെ പ്രഭാത് രണ്ട് കുട്ടികൾക്കിടയിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ചിട്ടും അവർക്കിടയിലുള്ള സൗഹൃദത്തെ കുറിച്ചിട്ടുമാണ് നമ്മുടെ അടുത്തേക്ക് വിവരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനി കഥയിലേക്ക് പോയാലോ? കഥ വായിച്ചാലോ? ഓക്കെ, അപ്പോൾ ചാപ്റ്റർ നോക്കാം. അപ്പോൾ आप लोग किताब खोलिए, पन्ना नंबर 8 देखिए. ओके, तो हम पढ़ेंगे. बीर बहुटी प्रभात. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध धुली हुई थी. ബീർ ബഹുട്ടി എന്നുള്ള പാഠത്തിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചത് കേട്ടില്ലേ? ഇനി നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോയാലോ? ഓക്കെ. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उसमें बचा हुआ था. तो बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उसमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. तो अब भी हम देख सकते हैं आकाश में मेघों का अंश. तो पानी बरस लिए थे, तो बारिश हुई थी. तो अब इसका चिन्ह अब भी हम देख सकते हैं. എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞു. മഴ പെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കാണാം? അവിടെയൊക്കെ വെള്ളം അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ വെള്ളം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ആ പാടത്ത് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയോ ആകാശത്ത് മേഘത്തിൻ്റെ ശകലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതായത് മഴ പെയ്ത് മാനം തെളിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. മേഘോं की छायाओं में गीली हवाएं इधर उधर घूम रही थी. अब भी हवा घूम रही थी. घूमना എന്നല്ല, അതായത് ഇങ്ങനെ
കാറ്റടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം മഴ പെയ്യുന്ന സമയത്ത് കാറ്റ് എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും? നല്ല തണുത്ത കാറ്റായിരിക്കും അല്ലേ? അപ്പോൾ ആ തണുത്ത കാറ്റ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം എന്ത്, ഇനിയും മഴ പെയ്യാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങളുടെ മെമ്മറിയിൽ വരുന്നുണ്ടോ? ഓക്കെ, पेड़ों की तने अब भी गीले थे, मूंगफलियों के हरे खेतों में पीले फूल अब भी गीले थे. पीले फूल का मतलब क्या है? മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ. അതായത് മൂങ്ഫലി എന്ന് പറഞ്ഞാൽ എന്താ? നിലക്കടല അല്ലെ? നിലക്കടലയിൽ മഞ്ഞ നിറത്തിലുള്ള ചെറിയ പൂക്കളാണ് ഉണ്ടാകുക. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പോഴെന്തുണ്ട്? അബി ഗീലെ ഥേ. ഗീലെ മീൻസ് അതായത് നനവ് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഖേത്തോമേ ചോട്ട ചോട്ട ബാജ്ര ഉഖാത്ത. ബാജ്ര കാ മത്ലബ് ബാജ്ര ധാന്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ചെറിയ ധാന്യങ്ങൾ ആ വയലുകളിൽ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ വയലുകളിൽ ഈ പച്ചപ്പും ഈ മഞ്ഞ നിറത്തിലുള്ള പൂക്കളും ഒക്കെ കൊണ്ട് വളരെ നയനമനോഹരമായിട്ടിരിക്കുകയാണ്. बाजरे के लंबे पतले पातों में पानी की बूंदें अडकी हुई थी. അതായത് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ആ വെള്ളത്തിന്റെ തുള്ളികളെ അവിടെ എവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध धुली हुई थी. तो बारिश आते समय हमें गंध आता है. तो मिट्टी का गंध आता है. किस प्रकार है ये? वो तो अच्छा है ना? हाँ, अच्छा गंध है. അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ആ മണ്ണിൽ മഴത്തുള്ളികൾ വീണ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്മെല്ലുണ്ട്, ഒരു മണമുണ്ട്. അത് എന്താ പറയുക, ആസ്വദിച്ച് തന്നെ നമ്മൾ അറിയണം. അപ്പോൾ ആ സ്മെല്ലും നമ്മൾക്കിപ്പോൾ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ നനവ് വന്നിട്ടുണ്ട്, ആ മണ്ണിൻ്റെ മണമുണ്ട്, ഒക്കെ കൂടെ വളരെ സുഖകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പ്രഭാത് പറഞ്ഞതെന്നുള്ള മനസ്സിലായോ? ഓക്കെ, നമുക്കിനി അടുത്ത പാരഗ്രാഫിലേക്ക് പോകാൻ പറ്റുമോ? ഓക്കെ, ശരി, വായിക്കാട്ടോ. उन्हें वीर बहुटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सड़े इन खेतों में वीर बहुटियाँ खोजा करते थे. सुर्ख मुलायम गदबदी वीर बहुटियाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लदे होते थे, कंधे पर टंगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर वीर बहुटियाँ खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. बेड़ा, देखो इस वीर बहुटी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा. तुमने कुछ सुना बेड़ा? हाँ सुना, पहली गंडी लग गई है, लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. അടുത്ത പാരഗ്രാഫ് വായിച്ചത് ശ്രദ്ധിച്ചോ മക്കളെ? എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, നമുക്ക് നോക്കിയാലോ. उन्हें बेर बहुटियों से मिलना होता था. यहाँ प्रस्तुति किया है साहिल और बेड़ा, दो कഥാപാത്ര. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഭാജി തൻ്റെ കഥയിലൂടെ രണ്ട് കുട്ടികളുടെ സ്നേഹത്തെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത് എന്നുള്ളത്, അവരുടെ സൗഹൃദത്തെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കുട്ടികളാണ് നമ്മുടെ കഥയിലേക്ക് എത്തി. നമ്മൾ നേരത്തെ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പ്രതിപാദിച്ചിരിക്കുന്നത്? അതായത് ഈ കഥയിലേക്ക് എത്തുന്നതിന് മുന്നേ ആ കഥയുടെ സിറ്റുവേഷനെ നമുക്ക് കാണിച്ചു തന്നതാണ്. എങ്ങനെ സിറ്റുവേഷൻ? അതായത് ഒരു കഥ നടക്കുമ്പോൾ ആ കഥയിലേക്ക് കഥാപാത്രങ്ങൾ എത്തുന്നതിന് മുന്നേ ആ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് വിവരിച്ചു തരണം. ആ സാഹചര്യങ്ങളാണ് അവിടെ വിവരിച്ചു തന്നത്. അതായത് ആ വയൽ പ്രദേശങ്ങളും അവിടെയുള്ള വെള്ളം നിറഞ്ഞു നിൽക്കുന്നതും അവിടെയുള്ള മഴത്തുള്ളികളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തു തന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ കഥയിലെ കഥാപാത്രങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിലെ സെക്കൻഡ് പാരഗ്രാഫിലെ ഫസ്റ്റ് വരിയിൽ പറയുന്നൊരു കാര്യം ഉനേം. ഈ ഉനേം എന്ന് പറയുന്നത് എന്താണ്?
മനസ്സിലായോ? ഈ രണ്ട് പേരെയാണ് ഉദ്ദേശിക്കുന്നത്, അവർ എന്നുള്ളതാണ്. ഉനെ ബീർ ബഹൂട്ടിയോസെ മിൽന ഹോത്താ താ. മിൽനെ കെ ലിയെ എന്ന് പറഞ്ഞാൽ ദേഖ്നെ കെ ലിയെ. അവരെന്ത് ചെയ്യാണ്? രണ്ടുപേരും കൂടെ ബീർ ബഹൂട്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ബീർ ബഹൂട്ടി എന്താണെന്ന് സർ നേരത്തെ പറഞ്ഞില്ലേ? നേരത്തെ നമ്മൾ സ്ക്രീനിൽ കണ്ടില്ലേ? ആ ചുവന്ന നിറത്തിലുള്ള പിക്ചർ കണ്ടോ? ശ്രദ്ധിച്ചില്ലേ? അത് തന്നെ. അപ്പോൾ ആ ബീർ ബഹൂട്ടിനെ കാണേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും വന്നത്. ഉനെ ബീർ ബഹൂട്ടിയോ സെ मिलना होता था. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कुछ समय पहले इसका मतलब क्या है? നമ്മൾ പറയാറില്ല, അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി നേരത്തെ പോവാന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ സ്കൂളിലേക്ക് അവർ ഏത് സമയത്താണോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതിനേക്കാണ് കുറച്ച് സമയം പഹലെ, കുറച്ച് സമയം മുന്നേ അവരിറങ്ങി. എന്തിനാണെന്നറിയോ? ഉനെ ബീർ ബഹൂട്ടിയോസെ മിൽനെ ഹോത്താ താ. അവരെന്ത് ചെയ്യണമായിരുന്നു? ബീർ ബഹൂട്ടിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവര് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അല്ലെ? കസ്ബെ സെ സഡേ ഇൻ ഖേത്തോ മേ ബീർ ബഹൂട്ടിയാ ഖോജാ കർത്തേ തെ. കസ്ബെ എന്ന് പറഞ്ഞാൽ എന്താ? അവര് താമസിക്കുന്ന ഏരിയയില്ലേ, നമ്മളെന്താ പറയാ മലയാളത്തില്? തെരുവ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ സ്ട്രീറ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മളുടെ ആ നാട്ടും പ്രദേശം. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആ വീടിനിടയിലൂടെയുള്ള അവരെന്ത് ചെയ്തു? ആ റോഡിലൂടെയൊക്കെ അവരെന്ത് ചെയ്തു? ഈ ബീർ ബഹൂട്ടിനെ കാണാൻ വേണ്ടിയിട്ട് വയലിൻ്റെ അടുത്തേക്ക് എത്തി. ഓക്കെ, വയലിലെത്തിയിട്ട് അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഖോജാക്കർത്തേത്തെ. ഖോജന മീൻസ് ഇങ്ങനെ അന്വേഷിക്കുക മീൻസ് എന്താണ്? നമ്മൾ അതിങ്ങനെ കണ്ടെത്തണം. ഈ ചെറിയൊരു ജീവിയല്ലേ അത്, അതിനെ കാണാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? വയലുകളിലെല്ലാം ഇങ്ങനെ തപ്പി നടക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം ശ്രദ്ധിച്ചോ? അവർ രണ്ടുപേരും ഇങ്ങനെ കാൽമുട്ടൊക്കെ കുത്തി കൈയൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നിട്ടാണ് അവരത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, സുർഖ്, മുലായം, ഗദ്ബദി, ബീർ ബഹൂട്ടിയ. എന്താ ഈ സുർക്ക്, മുലായം, ഗദ്ബദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? ഇതൊക്കെ ബീർ ബഹൂട്ടിൻ്റെ വിശേഷണങ്ങൾ എന്നല്ല, ബീർ ബഹൂട്ടിൻ്റെ രൂപത്തെ ഒന്ന് വർണ്ണിക്കുകയാണ്. അതായത് ചുവന്ന നിറത്തിലുള്ള, വളരെ മിനുസമുള്ള, വളരെ എന്താ പറയുക മാർദ്ദവമുള്ള, അതായത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ പഞ്ഞി പോലെയുള്ള എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ബീർ ബഹൂട്ടികൾ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. ബൂന്തേ തുള്ളികൾ, ഖൂൻ രക്തം, രക്തത്തിൻ്റെ തുള്ളി. അതായത് നമ്മളൊരു രക്തത്തിൻ്റെ തുള്ളി ഈ നമ്മുടെ ടേബിളിലോ അല്ലെങ്കിൽ നിലത്തോ വീണ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാണുക? ചെറിയൊരു ഡ്രോപ്പ് ബ്ലഡ് നിലത്ത് വീണ് കഴിഞ്ഞാൽ അതുപോലെയാണ് എന്തുള്ളത്? ഈ ബീർ ബഹൂട്ടിനെ അവിടെ കാണാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അവരിങ്ങനെ അതിനെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. और उनके बस्ते उनकी पीठ पर लदे होते थे, कंधे पर टंगे होते थे. എന്തിനാ ഏത് സമയത്താണ് ഇവരിവിടെ വന്നിരിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു, സ്കൂളിലേക്ക് പോകുന്ന സമയത്തിന് കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവരിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ എന്തുണ്ടാവണം? ബാഗ് ഉണ്ടാവണ്ടേ? അപ്പൊ ബാഗൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കന്തേപ്പ ടെങ്കേ ഹോത്തേത്തെ, അതായത് ഷോൾഡറിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ബാഗൊക്കെ എങ്ങനെയാ വെക്കുക? നമ്മൾ ഷോൾഡറിൽ രണ്ട് കൈയും ഇങ്ങനെ ഇട്ട് ഷോൾഡറിൽ ഇങ്ങനെ തൂക്കിയിടുന്നില്ലേ? അതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. और एक दूसरे के बहुत नजदीक रहकर बल्कि कहना चाहिए बिल्कुल सटकर बीर बहूटियां खोजते थे. അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്? ദോനോ നസ്ദീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഇങ്ങനെ നോക്കിയാൽ കാണാവുന്ന ദൂരത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യാണ്? ഇതിനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതായത് രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? അവര് കാണുന്നുണ്ട്, അടുത്തടുത്തിരുന്നിട്ട് കാണുന്നുണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെയോ അവരുടെ ഷോൾഡറിൽ എന്തുണ്ട്? ബാഗും ഉണ്ട്. മനസ്സിലായില്ലേ? वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവരിങ്ങനെ കയ്യിലിങ്ങനെ ഊന്നി കാൽമുട്ടൊക്കെ കുത്തിയിട്ടാണ് ഇരുന്നത് എന്നുള്ളത്. അപ്പോൾ അവർ ആ ഭൂമിയിലേക്ക്, അതായത് നിലത്ത് ഇങ്ങനെ മുട്ടൊക്കെ കുത്തിയിട്ട് എന്ത് ചെയ്യാണ്? ഇരുന്ന് ഇതിനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻസ് അതിനെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഈ സമയത്ത് ഇനി അവിടെ നമ്മൾക്ക് വായിച്ചത് എന്തായിരുന്നു? അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളെ സിറ്റുവേഷൻ നിങ്ങളുടെ മൈൻഡിൽ വന്നു. ആ ഒരു പ്ലേസിൽ രണ്ടുപേരും കൂടി ഇരുന്ന് ആ ബീർ ബഹൂട്ടിനെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെയുള്ള ഒരു സംഭാഷണം കേൾക്കണേ. ബേള देखो इस बीर बहुटी का रंग तुम्हारे रिबन का जैसा लाल है. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? സ്വർഗ് ചുവന്ന. ബീർ ബഹൂട്ടിന്റെ രംഗാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പോൾ എന്താണ്? ബേള കെട്ടിയിരിക്കുന്ന റിബണിന്റെ കളറും എന്താണ്? റെഡ് കളറാണ്. അപ്പൊ സാഹിൽ പറയാണ് ബേളയോട്, ബേള നോക്ക്, നിന്റെ മുടിയിൽ കെട്ടിയിരിക്കുന്ന റിബണിന്റെ അതേ കളർ തന്നെയാണ് എന്തിന്? ബീർ ബഹൂട്ടിക്കും എന്ന് പറയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? തുമ്നെ കുച്ച് സുനാ ബേള. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കേട്ടോ? കുച്ച് സുനാ സുനാ ഹേ, കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹാ സുനാ, ഹാ മെനെ സുനാ. എന്താണ് കേട്ടത്? പഹലി ഘണ്ടി ആദ്യത്തെ ബെല്ലടിച്ചു. അവര് നേരത്തെ എന്താണ്? സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ പുറപ്പെട്ടേക്കുന്നത് അല്ലെ? അപ്പൊ സ്കൂളിലേക്ക് പോകുന്ന ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ബീർ ബഹൂട്ടിനെ തെരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഈ തെരഞ്ഞ് സമയം കുറെ പോയില്ലേ? അപ്പൊ കേൾക്കാണ് എന്ത്? ആദ്യത്തെ ബെല്ലടിച്ചത്. അപ്പൊ എന്താണ്? സാഹിൽ ചോദിക്കാണ് ബേളേന്റെ അടുത്ത്, നീ എന്തെങ്കിലും കേട്ടോ എന്നുള്ളത്. ഹാ പഹലി ഘണ്ടി ലഗ് ഹേ. हाँ, लेकिन मुझे पेन में स्याही भी भरवानी है दुकान में. मुझे स्याही चाहिए. मेरा पेन अब भी काली है. അതായത് എൻ്റെ പേന ഇപ്പം കാലിയാണ്, മഷിയില്ല, എനിക്ക് അതിനകത്തേക്ക് മഷി നിറക്കണം. അപ്പൊ എന്ത് ചെയ്യണം? കടയിലേക്ക് പോകണം. അപ്പൊ ഫസ്റ്റ് ബെൽ അടിക്കുകയും ചെയ്തു. എന്താണ്? ഇനി എനിക്ക് പെന്നിൽ മഷി നിറക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? പോകാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, അത്രയാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ഓക്കെ.